ശരിയോ? നമ്മുടെ ചാപ്റ്റർ തുടങ്ങുകയാണ്. ത്രൂ ദി ചാപ്റ്റർ. അടുത്ത വരി എഴുതുക. സെക്ഷൻ 1. ഇതിന്റെ ബാക്കിയുണ്ട് അടുത്ത വരിയിൽ സെക്ഷൻ 1. സെക്ഷൻ 1 സൈഡ്സ് ആൻഡ് ആംഗിൾസ്. സെക്ഷൻ 1 സൈഡ്സ് ആൻഡ് പേനകത്ത് വെക്ക, ശ്രദ്ധിച്ചിരിക്കും. പേനകത്ത് വെച്ച് ബുക്കൊക്കെ അടച്ചു വെച്ച് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, പേനകത്ത് വെച്ച് ബുക്കടച്ചു വെച്ച് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഈ പറയാതെ ബുക്കിലൊന്നും എഴുതുകയോ ഒന്നും ചെയ്യണ്ട. നോക്കാം. നിങ്ങൾ 7ാം ക്ലാസ്സിൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഒന്നുകിൽ 3 സൈഡിന്റെ ലെങ്ത് വരും, അല്ലെങ്കിൽ 2 സൈഡും അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു ആംഗിളും തരും, അല്ലെങ്കിൽ 1 സൈഡും അതിന്റെ പുറത്ത് വരുന്ന 2 ആംഗിളും തരും. ഒന്നുകൂടെ, 7ാം ക്ലാസ് ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിച്ചത് 3 തരത്തിലാണ്. ഒന്നുകിൽ 3 സൈഡിന്റെ ലെങ്ത് തരുന്നു, 3 സൈഡിന്റെ, അല്ലെങ്കിൽ 2 സൈഡും അതിനിടയിൽ ഉണ്ടാകുന്ന ആംഗിളിന്റെ മെഷർമെന്റും തരുന്നു. മൂന്നാമതായിട്ട് 1 സൈഡും അതിന്റെ പുറത്തുണ്ടാകുന്ന 2 ആംഗിളും തരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചേക്കാണ്. 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ഇവരാരാണ്? ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകളാണ്, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളാണ്. അപ്പൊ നിങ്ങളോട് ഒരു ആവശ്യപ്പെട്ടേക്കാണ് ഈ ട്രയാങ്കിൾ നിങ്ങളൊന്ന് വരയ്ക്കണം. അപ്പൊ അങ്ങനെ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വിധത്തിൽ വരയ്ക്കാൻ പറ്റും? സാധാരണ നിങ്ങൾ ഒറ്റ വിധത്തിൽ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. 3, 4, 6 ചേർത്ത് ഒറ്റ വിധത്തിലല്ലേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനല്ല, ഇത് നമുക്ക് പല വിധത്തിൽ വരയ്ക്കാം. ഞാൻ 1-2 റഫായിട്ടൊന്ന് വരച്ച് കാണിക്കാം. ആദ്യം ഞാൻ ഈ 3 സെന്റിമീറ്റർ താഴെയും, ഇത് 4ഉം ഇത് 6ഉമാക്കി. ഇത് റഫ് ഫിഗറാണ്. നമ്മൾ യഥാർത്ഥ പടം വരയ്ക്കുമ്പോൾ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഐറ്റം വെച്ച് വരയ്ക്കണം. ഇങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? പറ്റും. ഇതേ ഫിഗർ തന്നെ ഇങ്ങോട്ട് വരയ്ക്കാം. ഇത് 3 സെന്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4, അല്ലേ? ഇത് ചേർത്ത് 6. അപ്പൊ ഇപ്പൊ എത്ര വിധമായി? 2. ഇനി അടുത്തത്, ഈ താഴത്തെ 3 മാറ്റിയിട്ട് താഴെ എത്ര കൊണ്ടുവരിക? 4 കൊണ്ടുവരിക. എത്ര കൊണ്ടുവരിക? അപ്പൊ താഴെ നമ്മള് 4 വരയ്ക്കുന്നു. ഇത് 3 ആക്കുന്നു. ഇത് എത്ര ആക്കുന്നു? 6. അപ്പൊ ഇനി അപ്പുറത്ത് വരയ്ക്കുമ്പോ എങ്ങനെ വരയ്ക്കും? 4 ഇങ്ങോട്ട് വരയ്ക്കുന്നു. 3 ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഇത് യോജിപ്പിച്ചിട്ട് 6 സെന്റിമീറ്റർ. ഓക്കെ, ഇപ്പൊ എത്ര വിധമായി? 4. ഇനി വരയ്ക്കാം ഒന്നുകൂടെ. എങ്ങനെ? താഴെ എത്ര വരയ്ക്കണം? 6 വരയ്ക്കണം. ഇത് 3ഉം ഇത് 4ഉം ആയിട്ട് വരയ്ക്കാം. അപ്പൊ അടുത്തതിനകത്തിൽ എങ്ങനെയായിരിക്കും വരയ്ക്കുന്നേ? ഇത് 6, ഇത് 4, ഇത് 3ഉം ആയിട്ട് വരയ്ക്കാം. കണ്ടോ? അപ്പൊ നമ്മള് അവര് തന്നിരുന്ന ഒരു മെഷർമെന്റ് വെച്ചോണ്ട് ട്രയാങ്കിൾ നമ്മൾ എത്ര വിധത്തിൽ വരച്ചു? 6 വിധത്തിൽ വരച്ചു. എത്ര വിധത്തിൽ വരച്ചു? ഞാൻ അവരോട് പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്, നിങ്ങളിത് വീട്ടിൽ പോയിട്ട് ചാർട്ട് പേപ്പറിലോ കട്ടിയുള്ള പേപ്പറിലോ എന്ത് ചെയ്യണം? വരച്ചിട്ട് വെട്ടിയെടുക്കണം. വരച്ചിട്ട് എന്ത് ചെയ്യണം? അപ്പൊ ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാൻ ഇനി പറയുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ട്രയാങ്കിളിന്റെ പുറത്തോട്ട് ഈ ട്രയാങ്കിൾ എടുത്തു വെച്ചാൽ, ആദ്യത്തെ ട്രയാങ്കിളിന്റെ പുറത്തോട്ട് രണ്ടാമത്തെ ട്രയാങ്കിൾ എടുത്തു വെച്ചാൽ, 2 മാത്രമല്ല 3ഉം 4ഉം 5ഉം 6ഉം ഒക്കെ എടുത്തു വെക്കാം. വെച്ചാൽ എല്ലാം ഒരേപോലെ ഇരിക്കത്തില്ലേ? മനസ്സിലായില്ല? നിങ്ങൾ ഈ 6 എണ്ണം എന്തിൽ വെട്ടി വെച്ചിട്ടുണ്ട്? ചാർട്ട് പേപ്പറിൽ വെട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നാമത്തെ ട്രയാങ്കിൾ എടുത്തിട്ട്
ഒന്നാമത്തെ ട്രയാങ്കിൾ എടുത്തിട്ട് ഇങ്ങനെ മേശപ്പുറത്തോട്ട് വെച്ചു. ഇപ്പൊ ഇങ്ങനെ കൊണ്ട് വെച്ചേക്കുക. ഇതിന്റെ പുറത്തോട്ട് ആരെ എടുത്തു വെക്കണം? രണ്ടാമത്തെ ആളിനെ എടുത്തു വെക്കണം. എടുത്തു വെക്കുമ്പോ അത് കറക്റ്റായിട്ട് ചേർന്നിരിക്കണമെങ്കിൽ ഇതിപ്പോ എന്റെ ഇടത് കൈ, ഇതിന്റെ മണ്ടക്കോട്ട് വലത് കൈ ഞാൻ ഇങ്ങനെ വെച്ചാലല്ലേ രണ്ടും കറക്റ്റായിട്ട് ചേർന്നിരിക്കത്തുള്ളൂ. അതിന് പകരം ഇങ്ങനെ വെച്ചാൽ രണ്ടും കറക്റ്റായിട്ട് ചേർന്നിരിക്കുവോ? ഇല്ല. അപ്പൊ ഇത് രണ്ടും ഒരേപോലെ ഇരിക്കണമെങ്കിൽ എങ്ങനെ ചേർത്ത് വെക്കണം നിങ്ങളുടെ അഭിപ്രായത്തിൽ? തിരിച്ച് എന്ന് പറഞ്ഞാൽ ഈ 4 സെന്റിമീറ്റർ ഈ 4ന്റെ മണ്ടയ്ക്ക് വരണം. പിന്നെ ഈ 6 സെന്റിമീറ്റർ ഈ 6ന്റെ മണ്ടയ്ക്ക് വരണം. ഈ 3 സെന്റിമീറ്റർ ഈ 3ന്റെ മണ്ടയ്ക്ക് വരണം. ദാറ്റ് മീൻസ് ഇത് കൊടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിന്റെ മണ്ടയ്ക്ക് കറക്റ്റ് ആവണമെങ്കിലും 3 സെന്റിമീറ്റർ എവിടെ വന്നിരിക്കുന്നോ അത് 3ന്റെ മണ്ടയ്ക്ക് വരണം. 4 സെന്റിമീറ്റർ എവിടെ എഴുതിയിരിക്കുന്നോ അത് 4 സെന്റിമീറ്ററിന്റെ മണ്ടയ്ക്ക് വരണം. 6 സെന്റിമീറ്റർ എവിടെ എഴുതിയിരിക്കുന്നോ അത് 6 സെന്റിമീറ്ററിന്റെ മണ്ടയ്ക്ക് വരണം. വന്നാലല്ലേ അത് കറക്റ്റ് ആയിട്ട് ചേർന്നിരിക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഇത് ചേർത്ത് വെക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ 3 ഇതിന്റെ മണ്ടയ്ക്ക് ഇരിക്കണം. ഏതിന്റെ മണ്ടയ്ക്ക് വരണം? 3ന്റെ മണ്ടയ്ക്ക്. 4 4ന്റെ മണ്ടയ്ക്ക്. 6. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ 6 രീതിയിൽ വരച്ചു വെച്ചിരിക്കുന്നെങ്കിലും ഇതെല്ലാം ഒരൊറ്റ ട്രയാങ്കിൾ തന്നെയാണ്. ഇതെല്ലാം പിന്നെന്താ ഇങ്ങനെ ഷേപ്പൊക്കെ മാറിയിരിക്കുന്നത്? ഷേപ്പ് മാറിയിട്ടില്ല, എല്ലാം ഒരേ ഷേപ്പിലാ. അവരിയ്ക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും പല ഷേപ്പാന്ന് തോന്നും. പക്ഷെ ചേർത്ത് വെച്ചാൽ ഒന്നിന്റെ പുറത്ത് മറ്റൊരെണ്ണം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ചേർന്നിരിക്കും. വെറുതെ ചേർന്നിരിക്കത്തില്ല. 3 സെന്റിമീറ്ററിന്റെ മണ്ടയ്ക്ക് 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററിന്റെ പുറത്ത് 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററിന്റെ പുറത്ത് 6 സെന്റിമീറ്റർ ഇരുന്നാലേ ഫിഗർ എന്ത് ചെയ്യത്തുള്ളൂ? കറക്റ്റ് ആകത്തുള്ളൂ. അടുത്ത ഐഡിയ എവിടെ കിട്ടിയോ? ഇതിനെ കുറിച്ച് നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 16 ഒരു നോട്ട് പറയുന്നുണ്ട്. എന്നെടുത്താട്ടെ 16 നോട്ട്. വായിച്ചാട്ടെ. If the length of the sides of a triangle are the same, then their angles are also the same. എന്ന് വെച്ചാൽ അർത്ഥം ഒരു ട്രയാങ്കിളിന്റെ ഒന്നല്ല, if the length of the sides of 2 triangles are the same എന്ന് വെച്ചാൽ 2 ട്രയാങ്കിളിന്റെ സൈഡുകളുടെ ലെങ്ത് എങ്ങനെയാണെങ്കിൽ, ഇപ്പൊ രണ്ടിനും ഒരുപാട് 6 എണ്ണം ഉണ്ട്. ഇവിടെ 6 പേരുടെ സൈഡിന്റെ ലെങ്ത് എങ്ങനെയാണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ then their angles are also the same. അങ്ങനെയാണെങ്കിൽ അവരുടെ ആംഗിളുകളും എങ്ങനായിരിക്കും? സെയിം ആയിരിക്കും. ആദ്യത്തെ നോട്ട് ഇവിടെ കിട്ടിയോ? ഞാൻ പറഞ്ഞ ആദ്യത്തെ നോട്ട് ഇവിടെ കിട്ടിയോ? 2 ട്രയാങ്കിളുകളുടെ സൈഡുകളെല്ലാം ഈക്വൽ ആയാൽ ആ 2 ട്രയാങ്കിളിലെയും ആംഗിളുകളും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. എഴുതിയ നോട്ടെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയാട്ടെ. ഇപ്പൊ നമ്മൾ എഴുതിയ നോട്ട് എന്താണെന്നൊന്ന് വിശദമാക്കാൻ പോവാം. നമ്മൾ എന്ത് എഴുതി വെച്ചേക്കുന്ന നോട്ട് എന്ന് വായിച്ചേ. ഇഫ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് 2 ട്രയാങ്കിൾസ് ആർ ദി സെയിം. ബോർഡിലേക്ക് നോക്കിക്കേ. ഞാനിവിടെ ABC എന്നും ബോർഡിൽ നോക്കിയിരിക്കുക, ABC എന്നും PQR എന്നും പേരുള്ള 2 ട്രയാങ്കിളുകൾ വരച്ചിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് തോന്നും രണ്ടും 2 ട്രയാങ്കിൾ ആണെന്ന്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കുക, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. AB 3 സെന്റിമീറ്റർ ആണ്. അത് തന്നെയാണ് അപ്പുറത്ത് ആരുടെ നീളം? PR-ന്റെ നീളം. ആരുടെ നീളം? ഇനി BC എത്ര സെന്റിമീറ്റർ? 6 സെന്റിമീറ്റർ. ഇതേ 6 സെന്റിമീറ്റർ അപ്പുറത്തൊരാളുണ്ടല്ലോ, PQ. ഇനി അടുത്ത ആരാ? AC. AC എത്ര? ഇതേ 5 സെന്റിമീറ്റർ നീളമുള്ള ഒരാൾ അപ്പുറത്തുണ്ടല്ലോ, QR. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ടും പേരിലുള്ള വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ഒരേ ട്രയാങ്കിൾ തന്നെ രണ്ടും. അപ്പൊ അവര് പറയുന്നത് എന്തോന്നറിയാമോ? അങ്ങനാണെങ്കിൽ ഇതിന്റെ ആംഗിൾസും എങ്ങനായിരിക്കും? സെയിം ആയിരിക്കും. ആംഗിൾസും എങ്ങനായിരിക്കും? അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം.
ആ ഈക്വലായ ആംഗിൾസ് കണ്ടുപിടിക്കാൻ ഒരു പ്രാക്ടിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇതുപോലെ രണ്ട് ട്രയാങ്കിൾ പേപ്പറിനകത്ത് വെട്ടിയെടുക്കണം. പേപ്പറിനകത്ത് എന്നിട്ട് ഇതെങ്ങനെ ഒന്നിന്റെ പുറത്ത് മറ്റൊരെണ്ണം ചേർത്ത് വെക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ചേർന്നിരിക്കുന്നത് നോക്കണം. എപ്പോഴായിരിക്കും ഒന്നിന്റെ പുറത്ത് മറ്റൊരെണ്ണം വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ചേരണമെങ്കിൽ എങ്ങനെ വെക്കണം? ഈ മൂന്നിന്റെ പുറത്ത് ഈ മൂന്ന് വരണം അല്ലേ? ഈ 6 സെന്റിമീറ്റർ ഉള്ള സൈഡിന്റെ മണ്ടയ്ക്ക് ഈ 6 സെന്റിമീറ്റർ ഉള്ള പീക്ക് വരണം. 5 സെന്റിമീറ്റർ ഉള്ള എ സിയുടെ മുകളിൽ 5 സെന്റിമീറ്റർ ഉള്ള ആര് വരണം? പക്ഷെ ഇത് വീട്ടിൽ വെച്ച് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ പേപ്പറിലൊക്കെ വെട്ടി അതിന്റെ മണ്ടക്കോട് എടുത്തു വെച്ച് നോക്കാൻ പറ്റത്തുള്ളൂ. പരീക്ഷാ കോളി കണക്ക് ചെയ്തിരിക്കും, ടീച്ചർ ഒരു കത്രിക തരുമോ? എന്തിനാണ്? രണ്ട് ട്രയാങ്കിളിന്റെ സൈഡ് അവർ ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഈക്വലായ ആംഗിൾ കണ്ടുപിടിക്കാൻ സാറ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്ത് മറ്റേതിന്റെ മണ്ടക്കോട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് നോക്കാം. നടക്കുന്ന പരിപാടിയാണോ? അല്ല. അതോ ചെയ്തു നോക്കാൻ എളുപ്പമാണ്, പക്ഷെ പരീക്ഷ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതിനൊരു എളുപ്പമാർഗം ഒരു പറയുന്നുണ്ട്. പേജ് നമ്പർ 17 കണ്ടോ? ഒന്ന് വായിച്ചേ. അവിടെ ഒരു നോട്ട് കിടക്കുന്ന വായിച്ചാട്ടെ. ഇഫ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് 2 ട്രയാങ്കിൾസ് ആർ ദി സെയിം. അങ്ങനെയാണെങ്കിൽ then the angles opposite to sides of equal lengths are also എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം, ഈ രണ്ട് ട്രയാങ്കിളിലെയും സൈഡുകൾ എങ്ങനെയാണ്? എങ്ങനെയാണ്? ഈക്വലാണ്. അങ്ങനെ ആണെങ്കിൽ അവർ പറയുന്നു, ഈക്വലായ സൈഡുകളുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന, എതിരെ കിടക്കുന്ന ആംഗിളുകൾ എങ്ങനായിരിക്കും? ഈക്വലായിരിക്കും. പേടിക്കണം. ഇവിടുത്തെ ഈക്വലായ സൈഡുകൾ ആരൊക്കെയാ? എ ബിയും പി ആറും. എ ബിയും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം വിച്ച് ഇംപ്ലൈസ് എന്ന്. എന്താണ് ഈ എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് അർത്ഥമുള്ളൂ. ഈ എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് ഈ പടത്തിലെ എ ബിയുടെ ഓപ്പോസിറ്റ്, എതിരെ കിടക്കുന്ന ആളാരാ? സി. ആരാണ്? ഈ ആംഗിൾ സിയും ഇവിടെ 3 സെന്റിമീറ്റർ ഉള്ള സൈഡ് പി ആർ അല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ ക്യൂ. ഇവര് രണ്ടുപേരും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവർ രണ്ടുപേരും എങ്ങനായിരിക്കും? ഒന്നൂടെ, ഈ പടത്തിലെ 3 സെന്റിമീറ്റർ ഉള്ള സൈഡായ എ ബിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളായ ആംഗിൾ സിയും ഇവിടുത്തെ 3 സെന്റിമീറ്റർ ഉള്ള സൈഡായ പി ആറിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളായ ആംഗിൾ ക്യൂവും എങ്ങനായിരിക്കും? ഓക്കെ ആയല്ലോ. ഇനി അടുത്ത സൈഡ് ഏതായിരുന്നു? ബി സി അല്ലേ? ബി സി എത്ര സെന്റിമീറ്റർ? അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? എ. അപ്പോ ആ ആംഗിളെയും ബി സിയെ പോലെ തന്നെയാണ് അപ്പുറത്തെ പി ക്യൂ. ആ പി ക്യൂവിന് ഓപ്പോസിറ്റ് കിടക്കുന്ന, എതിരെ കിടക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ ആർ. ഇത് എങ്ങനായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 സെന്റിമീറ്റർ ഉള്ള എ സി, അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ബി. ആംഗിൾ ബിയും 5 സെന്റിമീറ്റർ ഉള്ള ക്യു ആർ, അതിന് ഓപ്പോസിറ്റ് കിടക്കുന്നയാള് ആംഗിൾ പി എങ്ങനായിരിക്കും? അപ്പൊ ഇത് പഠിച്ചുകൊണ്ടുള്ള ഒരു ഗുണം ഇല്ല, നമ്മൾ പരീക്ഷ കൂടെ ഇരുന്ന് പേപ്പർ എന്ത് ചെയ്യേണ്ടി വന്നേനെ? കണ്ടിച്ചിട്ട് ഒന്നിന്റെ പുറത്തോട്ട് മറ്റേ എടുത്തു വെച്ച് നോക്കി ഈക്വലായ ആംഗിൾ കണ്ടുപിടിക്കേണ്ടി വന്നേനെ. അപ്പൊ നമുക്ക് മനസ്സിലായി, അങ്ങനൊന്നും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? രണ്ട് ട്രയാങ്കിളിലെ സൈഡുകൾ ഈക്വലായാൽ ആ ഈക്വലായ സൈഡുകൾക്ക്, ആ തുല്യമായ വശങ്ങൾക്ക് എതിരെ കിടക്കുന്ന, ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകളും എങ്ങനായിരിക്കും? ഇത് വെച്ചിട്ടാണ് നമുക്ക് ഒന്നാമത്തെ എക്സസൈസ് നാളെ പഠിക്കാനുള്ളത്. പറഞ്ഞു മനസ്സിലായല്ലോ? ഒന്നുകൂടെ നമ്മൾ ആദ്യം പിടിച്ച നോട്ട് എന്തുവായിരുന്നു? തീർന്നു. ഒരു ട്രയാങ്കിളിലെ സൈഡുകൾ ഈക്വലായാൽ അവയുടെ ആംഗിൾസും എങ്ങനായിരിക്കും? ഇനി ആ ഈക്വലായ ആംഗിളുകളെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്?
അതുകൊണ്ട് ഈക്വലായ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകളാണ് എന്താകുന്നത്? ഈക്വൽ ആണ്. വല്ലോടൊക്കെ കിടക്കുന്ന ആംഗിൾ ഈക്വൽ ആകത്തില്ല. ഈ പടത്തിൽ എ ബിയും പി ആറും ആണ് ഈക്വൽ എങ്കിൽ എ ബിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സിയും പി ആറിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ക്യൂവും ഈക്വൽ ആകും. ഇനി അടുത്തത് ബി സിയും പി ക്യൂവുമാണ് തുല്യമെങ്കിൽ ബി സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എയും പി ക്യൂവിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആറും ഈക്വൽ ആകും. ഇനി അടുത്തത് എ സിയും ക്യു ആറും ആണ് തുല്യമാകുന്നതെങ്കിൽ എ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ബിയും ക്യു ആറിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ പിയും എങ്ങനായിരിക്കും? ഇത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലം പഠിക്കാനുള്ളത്. അടുത്തത് നോട്ട് 2 എഴുതിയാട്ടെ. നോട്ട് 2 പറയാം. നോട്ട് 2 പേജ് നമ്പർ 17 നോക്കി നോട്ട് 2 എഴുതണം. എഴുതിയിട്ട് വേണം ഈ ഫിഗർ വരച്ച് ഇത് എഴുതാനായിട്ട് കേട്ടോ. നോട്ട് 2 ആദ്യം എഴുതണം, എന്നിട്ട് ഈ 2 ഫിഗറും വരച്ച് അതിന്റെ താഴോട്ട് ഈ വിവരം കൂടെ എഴുതും. ഒറ്റ സെക്കൻഡ്.